ഹായ്, നമ്മളപ്പോൾ ഇതുവരെ കണ്ടത് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ മേജർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒക്കെ കണ്ടു. ലിവർ, പാൻക്രിയാസ്, സലൈവറി ഗ്ലാൻഡ്, അങ്ങനെ മേജർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒക്കെ കണ്ടു. ആ ഡൈജസ്റ്റീവ് ഗ്ലാൻഡിൽ സലൈവറി ഗ്ലാൻഡ് നമ്മൾ 3 ടൈപ്സാണ് പറയുന്നത്. പക്ഷെ അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്, ട്യൂബേറിയൽ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ട്യൂബേറിയൽ ഗ്ലാൻഡ്സ് ഒരു നെക്കിൻ്റെ ഒക്കെ പോർഷനായിട്ട് വരുന്നതാണ് ട്യൂബേറിയൽ ഗ്ലാൻഡ്സ്. അടുത്തത് ഡൈജഷൻ ഓഫ് ഫുഡാണ്. ഇനി പറയാൻ പോകുന്നത് ഡൈജഷൻ ഓഫ് ഫുഡ്. എങ്ങനെയാണ് ഈ ഡൈജഷൻ നടക്കുന്നത്? ഡൈജഷൻ ഇസ് എ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഇൻസോലുബിൾ ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ അബ്സോർബിൾ ഫോമിലാക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൈജഷൻ. അതിന് മെയിനായിട്ടും 2 മെക്കാനിക്കൽ പ്രോസസ്സാണുള്ളത്. നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്, ഇൻസോല്യൂബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർച്ചൊക്കെയാണ് ഇൻടേക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബോഡിക്ക് സ്റ്റാർച്ചിനെ ആസ് സച്ച് അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല. നമ്മുടെ ബോഡിക്ക് ചെറിയ മൈക്രോമോളിക്യൂൾസ്, നമ്മൾ കണ്ടതാണ് മാക്രോമോളിക്യൂൾസ്, മൈക്രോമോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫാറ്റ്, സ്റ്റാർച്ച് അങ്ങനത്തെയുള്ള മാക്രോമോളിക്യൂൾസിനെ ഡൈജസ്റ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് സിമ്പിളായിട്ടുള്ള അബ്സോർബിൾ ഫോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഡൈജഷൻ. അതിൽ 2 മെയിൻ സ്റ്റെപ്സാണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ പ്രോസസ്സും 2 കെമിക്കൽ പ്രോസസ്സും. മെക്കാനിക്കൽ പ്രോസസ്സിൽ വരുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് മാസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ ച്യൂയിങ്. നമുക്കറിയാം, നമ്മൾ ഫുഡ് ച്യൂ ചെയ്തിട്ടാണ് ഇറക്കുന്നത്, വിഴുങ്ങുകയല്ലല്ലോ ചെയ്യുന്നത്. വിഴുങ്ങുകയും ചെയ്യും, അതുപോലെ വിഴുങ്ങുകയല്ല ചെയ്യാം. ച്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മെക്കാനിക്കൽ ഫുഡിൻ്റെ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട്. ഒരു വലിയ ഇപ്പോൾ ഒരു കഷ്ണം ദോശ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഡ്ഡലി ആണെങ്കിൽ അതിനെ ചെറുതായിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് വിഭജിക്കുമ്പോൾ എന്താണ് ഗുണം? അവിടെ എൻസൈമിന് കൂടുതൽ സർഫസ് ഏരിയ കിട്ടും ആക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ദഹനം നടക്കും. നമ്മളോട് പറഞ്ഞ കേട്ടില്ലേ, നല്ലോണം ചവച്ചരച്ച് കഴിക്കൂ. ചവച്ചരയ്ക്കുമ്പോൾ ഒന്നാമത് അത് വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അപ്പോൾ എൻസൈമിൻ്റെ ആക്ഷൻ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നടക്കും. കൂടാതെ ഈ ചവച്ചരയ്ക്കുമ്പോൾ അതൊരു കുഴമ്പ് രൂപത്തിലാവും. ആ കുഴമ്പ് രൂപത്തിലാവുമ്പോൾ എന്താ പ്രത്യേകത? ആ ഡൈജസ്റ്റീവ് ജ്യൂസസുമായിട്ട് ഈ ഫുഡ് മെറ്റീരിയൽസ് നന്നായി മിക്സ് ചെയ്യും. ഡൈജസ്റ്റീവ് ജ്യൂസിലാണ് എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികൾ ഉള്ളത്. അപ്പോൾ എൻസൈംസിന് ആക്ട് ചെയ്യാനുള്ള സർഫസ് കൂടുതലാകും ചെയ്യും. മാസ്റ്റിക്കേഷൻ, അത് ഈ നെക്സ്റ്റ് മെക്കാനിക്കൽ പ്രോസസ്സാണ് സ്വളോയിങ്, അതായത് വിഴുങ്ങുക. നെക്സ്റ്റ് മെക്കാനിക്കൽ പ്രോസസ്സാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, ഒരു തിരമാല പോലുള്ള മൂവ്മെൻറ്റാണ് ഓഫ് ഫുഡ് ബോളസ് ത്രൂ ദ ഗട്ട്. മസിൽ കോൺട്രാക്ഷൻ വഴി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫുഡ്, ഇപ്പോൾ ഇത് ഗട്ടാണല്ലോ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഫുഡ് ഇങ്ങനെ താഴേക്ക് വരും. എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് നെക്സ്റ്റ് കടന്നു പോകേണ്ട സ്ഥലം ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ കൊണ്ട് അതങ്ങ് എൻലാർജ് ചെയ്യും. അപ്പോൾ ഫുഡ് കടന്നു പോകേണ്ട സ്ഥലം ഒന്ന് ചെറുതായിട്ടൊന്ന് എൻലാർജ് ചെയ്യും. തൊട്ടടുത്ത ഭാഗം, അത് ഈ ഫുഡ് താഴേക്ക് മുമ്പ് അടുത്ത ഭാഗം എൻലാർജ് ചെയ്യും. അതിന് മുമ്പുള്ള ഭാഗം നോർമലാവും. ഇങ്ങനെ ഒരു വേവ് പോലെ, തിരമാല പോലെ. അതുകൊണ്ടാണ് ഇതിനെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. ഫസ്റ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. അത് ഓരോ സ്ഥലത്തും ഡൈജഷൻ ഓഫ് ഫുഡാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഫുഡ് വായിലേക്ക് വെക്കുകയല്ലേ ചെയ്യുക, അതായത് ബക്കൽ ക്യാവിറ്റിയിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡൈജഷൻ ഇൻ ദ ബക്കൽ ക്യാവിറ്റി. നമ്മുടെ ഫസ്റ്റ് കൺസേൺ ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ ദ ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി എന്ന് പറയുക മൗത്ത് ലീഡ്സ് ടു ബക്കൽ ക്യാവിറ്റി. മൗത്ത്, ഈ വായയുടെ ഉള്ളിലുള്ള ഭാഗം, ഇതാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. Here only starch digestion occurs because only a single enzyme is present in the salivary juice. Single maltase പോലുള്ള എൻസൈംസ് ഉണ്ട്, എന്നാലും മേജർ ആയിട്ടുള്ള ഒരു എൻസൈമേ ഈ സലൈവറി ജ്യൂസിൽ ഉള്ളൂ.
ആ എൻസൈമിൻ്റെ പേരാണ് ടയലിൻ. പി സൈലൻ്റ് ആണ്, ടയലിൻ എന്നാണ് വായിക്കുക. ടയലിൻ ഓർ സലൈവറി അമിലേസ്. It converts starch into disaccharides. We know that starch is a polysaccharide. This polysaccharide polymer ആണ്, നമ്മൾ പഠിച്ചതാണ്. It is a polymer of monosaccharides. So, ptyalin or salivary amylase converts starch into disaccharides. അതായത് 2 മോണോസാക്രൈഡ്സ് കൂടിയതിനാണ് ഡൈസാക്രൈഡ് എന്ന് പറയും. അപ്പോൾ ടയലിൻ എന്ത് ചെയ്യും? സ്റ്റാർച്ചിനെ വിഘടിപ്പിക്കും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും, എന്നിട്ട് ഡൈസാക്രൈഡ്സ് ആയിട്ട് മാറും. അബൌട്ട് 30% ഓഫ് സ്റ്റാർച്ച് ഇസ് ഡൈജസ്റ്റഡ് ബൈ ടയലിൻ. 30% സ്റ്റാർച്ചും, നമ്മൾ കഴിക്കുന്നതിലെ 30% സ്റ്റാർച്ചും ടയലിൻ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ടയലിൻ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി ആ ഓർഡറിൽ തന്നെ പഠിക്കാം. സ്റ്റാർച്ച് ഇസ് ഡൈജസ്റ്റഡ് ബൈ സലൈവറി അമിലേസ് ഓർ ടയലിൻ into maltose, isomaltose and limit dextrins. അതതിൻ്റെ ഡൈസാക്രൈഡ്സ് ആണ് പറയുന്നത്. മാൾട്ടോസ്, ഐസോമാൾട്ടോസ് ഒക്കെ അതൊക്കെ ഡൈസാക്രൈഡ്സ് ആണ്. സലൈവറി അമിലേസ് is active at a pH of about 6.8. സലൈവറി അമിലേസ് ആക്റ്റീവ് ആയിരിക്കുന്ന pH ആണ് 6.8. We know that every enzyme has an optimum pH, and in that pH this enzyme shows maximum activity. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒപ്റ്റിമം പി എച്ച് ഉണ്ട്, ആ പി എച്ച് അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്, ആ ഒപ്റ്റിമത്തിലാണ് എൻസൈംസ് മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ബക്കൽ ക്യാവിറ്റിയിൽ നടക്കുന്നത്, ബക്കൽ ക്യാവിറ്റിയിലുള്ളത് സലൈവറി ഗ്ലാൻഡ് ആണ്. ഇറ്റ് സെക്രീറ്റ്സ് സലൈവറി ജ്യൂസ് or saliva. The major enzyme present in saliva is ptyalin or salivary amylase. This salivary amylase converts starch into disaccharides. സ്റ്റാർച്ചിനെ ഡൈസാക്രൈഡ്സ് ആയിട്ട് മാറ്റുന്നതാണ് സലൈവറി അമിലേസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ 30% സ്റ്റാർച്ച് ഇതുവരെ ഡൈജസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ കേട്ടോ, അത് ആലോചിക്കുക. 30% സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ്, ഐസോമാൾട്ടോസ് ആൻഡ് ലിമിറ്റ് ഡെക്സ്ട്രിൻസ് ആക്കിയാണ് നമ്മുടെ സലൈവറി അമിലേസ് മാറ്റുന്നത്. നെക്സ്റ്റ്, ഡൈജഷൻ ഇൻ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലെ ഡൈജഷൻ. വി നോ ദാറ്റ് സ്റ്റൊമക്ക് കൺസിസ്റ്റ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് അല്ലേ. ഇറ്റ് സെക്രീറ്റ്സ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ മൗത്തിൽ വെച്ചിട്ട് മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും നടക്കുന്നുണ്ട്. മെക്കാനിക്കൽ മറ്റേ മാസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട്. ഓൾസോ സലൈവറി അമിലേസ് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. ദെൻ കംസ് ദ സ്റ്റൊമക്ക്. ദ കെമിക്കൽ ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക് ഇസ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസാണ് സ്റ്റൊമക്കിലെ കെമിക്കൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. gastric glands in the there is gastric juice. This gastric juice, അപ്പോൾ gastric gland, we know that gastric glands secretes gastric juice. It consists of, നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്തൊക്കെയാണ്, എൻസൈംസ് ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. ഓക്സിൻറ്റിക് സെൽസ്, പെരീറ്റൽ സെൽസ്, ചീഫ് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കാസൽസ് ഇൻട്രിൻസിക് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ ഹൗസാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇറ്റ് ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ ദ സ്റ്റൊമക്ക് for about 4 to 5 hours. Then it get mixed with the gastric juice by the churning movements. Stomach also shows mechanical movements for mechanical digestion. Churning movements എന്ന് പറയും. ഈ churning movements വഴി this food is thoroughly mixed with the gastric juice and it is converted into acidic paste which is called chyme. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസ് ചേണിങ് മൂവ്മെൻറ്റ് സ്റ്റൊമക്കിലെ ചേണിങ് മൂവ്മെൻറ്റ് കൊണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് നന്നായി ഫുഡുമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതൊരു അസിഡിക് പേസ്റ്റ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് അസിഡിക് പേസ്റ്റ് എന്ന് പറയുന്നത്?
സ്റ്റൊമക്കിൽ HCl പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അത് അസിഡിക് കണ്ടീഷനാണ്, അതുകൊണ്ട് അത് അസിഡിക് പേസ്റ്റ് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് പേസ്റ്റ് ഇസ് നോൺ ആസ് കൈം. ആ പേസ്റ്റിൻ്റെ പേരാണ് കൈം എന്നുള്ളത്. ഇനി അവിടുത്തെ ഡൈജഷൻ, അതായത് ഏതൊക്കെ എൻസൈംസ് ആണ് എങ്ങനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഈ HClൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവായിട്ട്, നമ്മൾ നേരത്തെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കണ്ടപ്പോൾ പറഞ്ഞു പെപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ എന്നൊക്കെ പറയുന്ന ഇനാക്റ്റീവായിട്ടുള്ള എൻസൈംസ് ആണ് ഉണ്ടാവുന്നത്. These inactive enzymes should be activated and this activation is done by HCl. പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്ന ആക്ടിവേഷൻ അത് നടത്തുന്നത് HCl ആണ്. ദെൻ പ്രോട്ടീനെ, ഈ പെപ്സിൻ്റെയൊക്കെ മെയിൻ ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ മെയിൻ അല്ല, ടാർജറ്റ് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഇസ് ഡൈജസ്റ്റഡ് ബൈ പെപ്സിൻ ഇൻ ടു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. അപ്പോൾ പ്രോട്ടീനെ പെപ്സിൻ പ്രോട്ടിയോസസും പെപ്റ്റോൺസുമായിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രോട്ടീൻ ഡൈജഷൻ നടക്കുകയാണ്. പ്രോട്ടീൻ ഡൈജഷൻ ശരിക്കും സ്റ്റൊമക്കിലാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷനിൽ പ്രോട്ടീനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റുന്നതാണ് പെപ്സിൻ്റെ ഫങ്ഷൻ. ദെൻ ഇൻഫൻസിലാണെങ്കിൽ, ചെറിയ കുട്ടികളിലാണെങ്കിൽ ദർ ഇസ് പ്രോറെനിൻ, that is in active form. It should be activated into renin with the help of HCl. റെനിൻ്റെ ഫങ്ഷൻ മിൽക്ക് പ്രോട്ടീൻ്റെ കൊയാഗുലേഷനാണ്, അല്ലെങ്കിൽ മിൽക്ക് പ്രോട്ടീൻ്റെ കൺവേർഷനാണ് റെനിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഫങ്ഷൻ. അതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക, RENNIN. നമുക്ക് ഭാവിയിൽ RENIN എന്ന് പറയുന്ന ഒരു റെനിനെയും കാണാനുണ്ട്. അതിൻ്റെ ഫങ്ഷൻ അപ്പോൾ പറയാം. എന്നാൽ ഇവിടുത്തെ റെനിൻ, അതായത് ഇൻഫൻസിലെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിൻ്റെ പേരാണ് റെനിൻ, RENNIN. റെനിൻ്റെ ഫങ്ഷൻ മിൽക്ക് പ്രോട്ടീനിലെ, മിൽക്കിലെ പ്രോട്ടീനാണ് കെസീൻ. ഈ കെസീനെ കൊയാഗുലേറ്റ് ചെയ്ത് പാരാകെസീനാക്കി മാറ്റും. ദെൻ ദിസ് പാരാകെസീൻ ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു കാൽഷ്യം പാരാകെസീനേറ്റ്. ദിസ് ഇസ് കോൾഡ് കേർഡ്. കേർഡ്ലിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ്. ദെൻ കാൽഷ്യം പാരാകെസീനേറ്റ് ഇസ് കൺവേർട്ടഡ് ടു പെപ്റ്റോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെപ്റ്റോൺസ് ബൈ പെപ്സിൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, inactive prorenin is activated by the influence of HCl, and then this renin converts casein into paracasein, and paracasein in presence of calcium ions forms calcium paracaseanate or curd, and this by the influence of the enzyme pepsin it is broken down into peptones. കാൽഷ്യം പാരാകെസീനേറ്റ് പെപ്സിൻ്റെ സഹായത്തോടുകൂടി പെപ്റ്റോൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ദെൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ഓൾസോ കണ്ടെയ്ൻസ് ലിപ്പേസ്. ദ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഹൈഡ്രോലൈസസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ലിപ്പിഡ്സ്. അപ്പോൾ സ്റ്റൊമക്കിലെത്തുന്ന ലിപ്പിഡ്സിൻ്റെ വളരെ കുറച്ച് എമൗണ്ടിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ആരാണ്? ഗ്യാസ്ട്രിക് ലിപ്പേസ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക്. പ്രോറെനിൻ, പിന്നെ പെപ്സിൻ, ഇതൊക്കെയാണ് അതിൻ്റെ മേജർ എൻസൈംസ്. ദെൻ ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദിസ് ഡൈജഷൻ ഒക്കേഴ്സ് മോസ്റ്റ്ലി ഇൻ ഡുവോഡിനം. ഡുവോഡിനത്തിലാണ് സാധാരണ ഡൈജഷൻ നടക്കുന്നത്. Chyme is mixed with bile juice, pancreatic juice and succus entericus. ഡുവോഡനത്തിലാണ് നടക്കുന്നത്. കൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസിഡിക് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഫുഡാണ് കൈം. ദിസ് കൈം ഇസ് മിക്സ്ഡ് വിത്ത് ബൈൽ ജ്യൂസ്. എവിടെ ഡുവോഡിനം എന്ന് പറയുന്നത്? ഇതാണ് ഡുവോഡിനം. ഡുവോഡിനം, ഇലിയം, ജെജുനം എന്നാണ് പറയുന്നത്. അപ്പോൾ കൈം ഇസ് മിക്സ്ഡ് വിത്ത് ബൈൽ ജ്യൂസുമായിട്ട്, ഇൻറ്റസ്റ്റൈനിലെത്തുമ്പോൾ ബൈൽ ജ്യൂസുമായിട്ടും പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ടും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസുമായിട്ടും മിക്സ് ചെയ്യുന്നു. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ വേറെ പേരാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, സക്കസ് എൻറ്ററിക്കസ്. അപ്പോൾ ഇറ്റ് occurs mostly in duodenum and gets mixed with bile juice, pancreatic juice and intestinal juice.
ദെൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ബൈൽ എന്ന് പറയുന്ന ഒരു മേജറായിട്ടുള്ള ലിവർ സിന്തസൈസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഉണ്ട്, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ബൈൽ? ബൈലിൽ എൻസൈംസ് ഇല്ല, പക്ഷെ ബൈൽ വേറെ കുറേ കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ബൈൽ ഹെൽപ്സ് ഇൻ ഡൈജഷൻ ബൈ emulsification. Emulsification means conversion of fat into micelles or tiny droplets. ഈ വലിയ ഫാറ്റ് മോളിക്യൂളിനെ ചെറിയ മിസെല്ലകളാക്കുക, അല്ലെങ്കിൽ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറ്റുക. ഇതാണ് ബൈലിൻ്റെ ഫങ്ഷൻ. ഓക്കെ. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ലാർജ് സർഫസ് ഏരിയ ഫോർ ആക്ഷൻ ഓഫ് ലിപ്പേസ് ഓൺ ഫാറ്റ്. ആരാണ്? ബൈൽ പ്രൊവൈഡ്സ് ലാർജ് സർഫസ് ഏരിയ ഫോർ ദ ആക്ഷൻ ഓഫ് ലിപ്പേസ് ഓൺ ഫാറ്റ്. ബൈൽ ഓൾസോ ആക്ടിവേറ്റ്സ് ലിപ്പേസ്. ലിപ്പേസ് എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ബൈലിൻ്റെ പണിയാണ്. ബൈൽ എന്തൊക്കെ ചെയ്യുന്നു? ബൈൽ ഹെൽപ്സ് ഇൻ ഡൈജഷൻ ബൈ emulsification. It provides large surface area for action of lipase. Bile also activates lipase enzyme. These are all about action of pancreas, action of bile. Next is an action of pancreatic juice. നമ്മൾ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആക്ഷൻ ഓഫ് ബൈലായിരുന്നു. നെക്സ്റ്റ് വൺ ആക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ്. amylopsin or pancreatic amylase hydrolyzes remaining starch into disaccharide. ഇപ്പോൾ ഫുഡ് സഞ്ചരിച്ച് എവിടെ എത്തി? ഫുഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമൈലോപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഇറ്റ് ഹൈഡ്രോലൈസസ് റിമൈനിങ് സ്റ്റാർച്ച് ഇൻ ടു ഡൈസാക്രൈഡ്സ്. സ്റ്റാർച്ച് ഇൻ പ്രസൻസ് ഓഫ് അമൈലോപ്സിൻ ചേഞ്ചസ് ഇൻ ടു മാൾട്ടോസ്, isomaltose and limit dextrins. Okay, maltose, isomaltose and limit dextrins. Then enterokinin or enteropeptidase is present in the intestinal juice and that activate trypsinogen into trypsin. നമ്മൾ പറഞ്ഞു നേരത്തെ പെപ്സിനോജനെ പെപ്സിനാക്കാൻ മാറ്റുന്നത് ആരാണ്? HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പക്ഷേ ഇവിടെ എൻറ്ററോകൈനിനെ എൻറ്ററോപെപ്റ്റിഡേസ് ആക്കി മാറ്റുന്നത് ട്രിപ്സിനോജനാണ്. എൻറ്ററോകൈനിനാണ് ട്രിപ്സിനോജിനെ ട്രിപ്സിനാക്കി മാറ്റുന്നത്. ട്രിപ്സിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവാണ്. അതിനെ എൻറ്ററോകൈനിൻ അല്ലെങ്കിൽ എൻറ്ററോപെപ്റ്റിഡേസ് ആണ് ട്രിപ്സിനാക്കി മാറ്റുന്നത്. ട്രിപ്സിൻ ആക്ടിവേറ്റ് കൈമോട്രിപ്സിനോജൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ്. കൈമോട്രിപ്സിനോജൻ is activated into trypsinogen. Pro-carboxypeptidase is transformed into pro-carboxypeptidase. Then first step is trypsinogen is converted to trypsin with the help of enterokinin. Then chymotrypsinogen is converted to chymotrypsin with the help of trypsin. Pro-carboxypeptidase is converted to trypsin pro-carboxypeptidase is converted to carboxypeptidase with the help of trypsin. അപ്പോൾ ഇതൊക്കെ എൻസൈമിൻ്റെ ആക്ടിവേഷനാണ്. ആ ആക്ടിവേഷൻ പറയാൻ ഉള്ള എൻസൈംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? എൻറ്ററോകൈനിൻ, ട്രിപ്സിൻ ഒക്കെ. ദെൻ പ്രോട്ടീസ്, പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായതാണ് പെപ്റ്റോൺസും പ്രോട്ടിയോസസും ഒക്കെ. അതിലേക്ക് ട്രിപ്സിൻ അല്ലെങ്കിൽ കൈമോട്രിപ്സിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈപെപ്റ്റൈഡ്സ് കിട്ടും. അതുപോലെ ഫാറ്റിലേക്ക് ലിപ്പേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈഗ്ലിസറൈഡ്സ് കിട്ടും. വെൻ ദീസ് ഡൈഗ്ലിസറൈഡ്സ് ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ലിപ്പേസസ് വി ഗെറ്റ് മോണോഗ്ലിസറൈഡ്സ്. എല്ലാം ഇതിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ന്യൂക്ലിക് ആസിഡ്സ് is converted to nucleotides with the help of an enzyme nucleases. മനസ്സിലാവുണ്ടോ? ഒന്ന് ആലോചിക്കേ. ട്രിപ്സിനോജൻ, ഓജൻ എന്ന് പറയുമ്പോൾ അതൊരു ഇനാക്റ്റീവ് ഫോമാണ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ട്രിപ്സിൻ by the enzyme enterokinin.
Then chymotrypsinogen is converted to chymotrypsin by the enzyme trypsin. Procarboxypeptidase is converted to carboxypeptidase with the help of an enzyme trypsin. Then already വിഭജിച്ച പെപ്റ്റോൺസ്, പ്രോട്ടിയോസ്, അതൊക്കെ ട്രിപ്സിൻ അല്ലെങ്കിൽ കൈമോട്രിപ്സിൻ ഉപയോഗിച്ചുകൊണ്ട് ഡൈപെപ്റ്റൈഡുകളായിട്ട് മാറും. ഡൈപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ 2 അമിനോ ആസിഡേ ഉണ്ടാവുള്ളൂ. ദെൻ ഫാറ്റ്സിൽ ലിപ്പേസസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ട് ചെയ്യും ആൻഡ് കൺവേർട്ടഡ് ടു ഡൈസാക്രൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. Disaccharides are acted upon by lipases to form monosaccharides. Nucleic acid ആണെങ്കിൽ it is converted to nucleotides with the help of an enzyme nucleases. With the help of an enzyme nucleases, nucleic acids are converted to nucleotides. At duodenum, then any action of intestinal juice ആണ് succus entericus. At duodenum, the intestinal enzymes act on those products. Action of intestinal juice, first one, dipeptides. Dipeptidases transform dipeptides into amino acids. Maltose, it is converted to 2-glucose with the help of an enzyme maltose. Then lactose is converted to glucose and galactose. Glucose and galactose isomers ആണ് by the enzyme lactase. Then sucrose ആണെങ്കിൽ സൂക്രേസ് ഗ്ലൈക്കോൾസ് ഉപയോഗിച്ചുള്ള ഡിവിഷനാണ്. സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയോടൈഡ്സ്, ദീസ് ആർ broken down by the enzyme nucleosidases. Sugar plus bases. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ പ്ലസ് ബേസസ് ആണ്. പക്ഷേ ഗ്ലിസറൈഡ്സ്, മോണോഗ്ലിസറൈഡ്സ് ഒക്കെ എന്താണ്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്നാണ്. ഡൈഗ്ലിസറൈഡും മോണോഗ്ലിസറൈഡും ഒക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ഒന്ന്, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് സർട്ടൺ ലങ്സ്. Absorption of water, minerals and certain drugs. Then they secrete muscles for adhering waste. They secrete mucus for adhering waste particles together and lubricating it for easy passage. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഫങ്ഷനാണ് വാട്ടർ, മിനറൽസ് അതുപോലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ റീഅബ്സോർബ് ചെയ്യുക. ദെൻ വേറൊരു ഫങ്ഷനാണ് they secrete mucus for adhering waste particles together and lubricating it for any easy passage. Then regulation of digestive activities. Digestive activities like gastric and intestinal secretions are controlled by neural and hormonal mechanism. Even the sight, smell or presence of food in buccal cavities stimulate for salivary secretions. Gastric and intestinal mucosa secretes digestive hormones. They control secretion of digestive juices. ഏറ്റവും ലാസ്റ്റ് ആണ് gastric and intestinal mucus secretes digestive hormones. ശരിക്കും gastric and intestinal hormone secrete digestive hormones. These digestive hormones control secretion of digestive system. ഈ gastric and intestinal mucus secretes digestive hormone. They control secretion of digestive system. Okay.
That's all about digestion.